വിജി മറ്റു ചില രക്ഷിതാക്കൾ പറഞ്ഞത് കുഞ്ഞുങ്ങളെ ചെറിയ അതായത് 8-9 വയസ്സൊക്കെയുള്ള കുട്ടികളെ ഈ സ്റ്റേഡിയത്തിലേക്ക് അങ്ങ് കയറ്റിവിട്ട് രക്ഷിതാക്കൾ പുറത്താണല്ലോ. അപ്പോൾ സാധാരണ നിലയിൽ ഉണ്ടാവുന്ന വോളണ്ടിയർ സംവിധാനങ്ങൾ ഇവർ വളരെ സെക്യൂർഡ് ആണ് എന്ന് ഉറപ്പാക്കാനുള്ള പ്രൊഫഷണലായി കണ്ടക്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയുടെ രൂപം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടി ഇത്ര ദയനീയമായ നിലയിലാണോ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഇത്രയും അധികം പണം പിരിച്ച് ഇവരൊരു പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ വളരെ സുരക്ഷിതരായിരിക്കും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. എൻ്റെ മകളെ സംബന്ധിച്ച് 18 വയസ്സ് കഴിഞ്ഞ ആളായതുകൊണ്ട് തന്നെ കുറച്ചൊരു സമാശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഈ 100 കുട്ടികൾക്ക് ഒരു അധ്യാപികയെ മാത്രമാണ് മോണിറ്റർ ചെയ്യാനായിട്ട് കയറ്റിവിട്ടത്. 100 കുട്ടികളെ കൊണ്ടുപോയ ഒരു അധ്യാപിക മാത്രം. അപ്പോൾ ശരിക്കും വല്ല തിക്കും തിരക്കും ഒക്കെ വരുമോ എന്ന് പോലും നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ MLA-യുടെ വീഴ്ചയെ കഴിഞ്ഞിട്ടുള്ള ഒരു അതീവ ശ്രദ്ധ, ഒരു ഇനിയൊരു വീഴ്ച വരരുതെന്നുള്ളതും കൊണ്ടാവാം കുട്ടികളെയൊക്കെ കുറച്ചൊക്കെ നിരയായി മണിക്കൂറുകൾ എടുത്താണ് അവർ പുറത്തേക്ക് വിട്ടതും. ഈ കുട്ടികൾ 4 മണിക്കൂറാണ് ഈ കുട്ടികൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ പാർക്കിങ്ങിൽ വണ്ടിയിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നത്. അതായത് സ്റ്റേഡിയത്തിനകത്തുള്ള ആ പുൽത്തകിടിയിൽ ഈ കുട്ടികളെ സംഘാടകർ ഇരുത്തിയില്ല. എൻ്റെ മകളെ അടക്കം ഇരുത്താതെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്റ്റേഡിയത്തിന് തന്നിരിക്കുന്ന സ്റ്റേഡിയം GCD അനുവദിച്ച സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുട്ടികളെ പുറത്താക്കി. കുട്ടികൾ 4 മണിക്കൂറാണ് വിശന്ന് പരവേശപ്പെട്ട് ഒരു പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കാൻ പറ്റാതെ ബസ്സിൽ വെയിറ്റ് ചെയ്തത്. അപ്പം ഈ സംഘാടനത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും രക്ഷിതാവെന്ന നിലയിലും GCDയുമായിട്ടുള്ള നിയമങ്ങൾ അറിയുന്ന ആൾ അല്ലെങ്കിൽ ഒരു പരിധിവരെ അറിയുന്ന ആളെന്ന നിലയിലും ഇത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ചെറിയൊരു വീഴ്ചയൊന്നുമല്ല ഈ വന്നിരിക്കുന്നത്. അതിൽ തന്നെ പോലീസ് സംവിധാനങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. കാര്യം 50 പേരാണ്, 1200 കുട്ടികൾ, പിന്നെ അവരുടെ രക്ഷിതാക്കൾ, മന്ത്രിമാർ, മറ്റുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകർ എല്ലാം ഉൾക്കൊള്ളുന്ന 50 പേരുടെ പോലീസ് സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല സ്വകാര്യ ഇവന്റ് കമ്പനികൾ ഇപ്പോൾ ISL ഒക്കെ അവിടെ ഈ പറയുന്ന പോലെ ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ നമ്മുടെ കടയുടെ കോറിഡോറിൻ്റെ അവിടെയാണ് അവർക്കുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് ISL പോലുള്ള ഒരു പരിപാടി നടത്തുന്നത്. അതിന് ഡിപ്പാർട്ട്മെന്റിന് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പരിപാടിക്ക് ഒരു പോലീസിന് ഇത്ര എന്നുള്ള നിലയ്ക്ക് പേ ചെയ്താൽ മാത്രമേ ഉള്ളൂ അവരുടെ സംവിധാനങ്ങളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതുപോലുള്ള സ്വകാര്യ ഇവന്റുകൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഇവർ അതിനു പോലും ഒരു അനുമതി അല്ലെങ്കിൽ അതുപോലും ചെയ്തിട്ടില്ലെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ 50 പോലീസുകാരെ കൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത്? ജനങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തി, സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്തി. ഇന്നലെ സ്കൂൾ ഇന്ന് തുറക്കുന്നു, എല്ലാവരുടെയും റോഡ് ബ്ലോക്ക് ചെയ്തു. ഇത്രയും വലിയ എല്ലാ തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടക്കുമ്പോൾ പോലും സംഘാടനത്തിൽ പിഴവില്ല എന്നൊരു മന്ത്രി പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതും വലിയ ചർച്ചയിലേക്ക് പറയണം. സംഘാടനത്തിൽ പിഴവില്ല എന്ന് പറയുമ്പോൾ